ഹായ്, നമസ്കാരം. 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ഞാൻ സംസാരിക്കുന്നത്. 10ാം ക്ലാസ്സിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഋതുയോഗം എന്ന പാഠമാണ്. വിശ്വമഹാകവിയായ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ 7ാം അംഗത്തിലെ അല്ലെങ്കിൽ 7ാം സർഗത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ദുഷ്യന്തൻ എന്ന ശാകുന്തളത്തിലെ നായകനും ശകുന്തളത്തിലെ നായികയായ ശകുന്തളയും. അതാരും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും വേർപിരിഞ്ഞ് ജീവിച്ചതിന് ശേഷം വീണ്ടും സംഗമിക്കുന്നത് ഈ അധ്യായത്തിലാണ്. മഹാരാജാവ് തന്റെ മകനെ കണ്ടുമുട്ടുന്നത് ഈ അധ്യായത്തിലാണ്. ഒരു സിംഹക്കുട്ടിയുടെ മുല കുടിച്ചുകൊണ്ടിരുന്ന ഒരു സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങൾ പിടിച്ചു വലിച്ച് അതിൻ്റെ പല്ലെണ്ണാൻ ശ്രമിക്കുന്ന ഒരു വീരബാലനായിട്ടാണ് നമ്മുടെ മഹാരാജാവ് ദുഷ്യന്തൻ തൻ്റെ പുത്രനെ കാണുന്നത്. ഇതിനോടകം ഈ പാഠം പഠിച്ചു തുടങ്ങിയെങ്കിൽ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഞാൻ ഈ പാഠഭാഗത്തിൻ്റെ കഥ അല്ല നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെഴുതിയ കാളിദാസനെ കുറിച്ചാണ്. കാളിദാസനെ കുറിച്ചുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ മണ്ടനായി ഒരു ഗ്രാമപ്രദേശത്തിൽ ഇളയ ചെറുക്കനായി ജീവിച്ച് ഇരിക്കുന്ന മരക്കൊമ്പ് മുറിക്കുന്നത് കണ്ട് ഒരു പണ്ഡിതൻ, അപമാനിതനായ ഒരു പണ്ഡിതൻ, ഒരു പണ്ഡിതയായ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ പോയ അപമാനിതനായ ഒരു പണ്ഡിതൻ ഈ രാജകുമാരിയെ ഒരു മണ്ടനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു വരുന്ന വഴിയിലാണ് ഇത് കാണുന്നത്. അപ്പോൾ രാജകുമാരിക്ക് പറ്റിയത് ഈ മണ്ടൻ തന്നെ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ മണ്ടനായ ഇടയ ചെറുക്കനെ കുളിപ്പിച്ച് ഒരുക്കി കൊട്ടാരത്തിൽ കൊണ്ടുപോയി തൻ്റെ ഗുരുവാണിതെന്ന് പറഞ്ഞ് മൗനഭാഷയിലെ ഇദ്ദേഹം സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞ് രാജകുമാരിയെ വിവാഹം ചെയ്യിപ്പിക്കുന്നു. അന്ന് രാത്രി തന്നെ രാജകുമാരിക്ക് മനസ്സിലാകുന്നു ഇതൊരു മണ്ടനാണ്. രാജകുമാരി അയാളെ കൊല്ലാൻ വേണ്ടി, തൻ്റെ ഭർത്താവാണ്, ഇയാളോടൊപ്പം ജീവിക്കാൻ എന്തായാലും സാധിക്കില്ല, ഇയാളെ കൊന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് ഊരിയ കഠാര നെഞ്ചിൽ മുട്ടിച്ചിട്ട് തിരികെ എടുത്തിട്ട് നീ അറിയാതെയാണെങ്കിലും ഒരു പെണ്ണിനെ ചതിച്ചിരിക്കുന്നു, ഈ ശാപം നിന്നെ പിന്തുടരും, ഇപ്പോൾ ഞാൻ നിന്നെ കൊല്ലുന്നില്ല, പക്ഷേ വിധി എന്നൊന്നുണ്ടെങ്കിൽ അത് നടപ്പിലാകുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ജീവദാനം നൽകി ആ കൊട്ടാരത്തിൻ്റെ പുറത്തേക്കൊരു രഹസ്യ വഴിയിലൂടെ പറഞ്ഞയക്കുകയാണ്. ആ രഹസ്യ വഴി ചെന്ന് അവസാനിക്കുന്നത് ഒരു വനപ്രദേശത്താണെന്നും ആ വനത്തിലൂടെ സഞ്ചരിച്ച ഈ ഇളയ ചെറുക്കൻ ഒരു കാളീക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചുവെന്നും കാളി പുറത്തേക്ക് പോയിരിക്കുകയാണ്, തിരിച്ചു വന്നപ്പോൾ തൻ്റെ ശ്രീകോവിൽ ആരോ അടച്ചിരിക്കുന്നു, അകത്താരാണെന്ന് ചോദിച്ചപ്പോൾ പുറത്താരാണെന്ന് അകത്തുനിന്നൊരു ചോദ്യം വന്നു. പുറത്ത് കാളിയാണ്, എന്നാൽ അകത്ത് ദാസനാണെന്ന് മറുപടി കിട്ടിയെന്നും അങ്ങനെ കാളിദാസനായി മാറിയെന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ആ ഇടയ ചെറുക്കൻ മണ്ടനായ, ഇപ്പോൾ ദാസൻ എന്ന് പേര് പറഞ്ഞ അയാൾ പുറത്തിറങ്ങാൻ കൂട്ടാക്കിയില്ല. ഉടൻ തന്നെ ഭദ്രകാളി തൻ്റെ ഉഗ്രരൂപം കൈക്കൊണ്ടു ഇയാളെ ഭസ്മീകരിക്കാൻ ആരംഭിച്ചു. പക്ഷേ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവൻ അറിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്ത് കയറി ഇരിക്കില്ലല്ലോ, അറിവില്ലാത്തവരെ നിഗ്രഹിക്കുകയല്ല വേണ്ടത്, അവർക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന് കാളിയോട് പറഞ്ഞുവെന്നും അങ്ങനെ തൻ്റെ തൃശൂലം താക്കോൽ പഴുതിലൂടെ ഉള്ളിലേക്ക് കിടത്തി കാളിദാസനോട് നാവ് നീട്ടാൻ ആവശ്യപ്പെട്ടു എന്നും ആ നാവിൻ തുമ്പിൽ ഹരിശ്രീ അറിവിൻ്റെ അക്ഷരങ്ങൾ കുറിച്ചു എന്നും അങ്ങനെ അയാൾ പണ്ഡിതനായി മാറി എന്നുമാണ് കഥ. ഇത് നമുക്കറിയാം. ഇത് പ്രചരിക്കുന്ന ഒരു കഥ ഒരു അസാമാന്യ പണ്ഡിതന്റെ ആ പാണ്ഡിത്യത്തിന് പിന്നിൽ ഒരു ദൈവീക ശക്തിയുടെ അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അന്നത്തെ കാലമാണ്. ക്രിസ്തുവിന് മുമ്പ് 2ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷം 6ാം നൂറ്റാണ്ട് വരെയാണ് കാളിദാസന്റെ ജീവിത കാലഘട്ടമായി കണക്കാക്കുന്നത്. അപ്പോൾ എത്ര നൂറ്റാണ്ടിൻ്റെ അന്തരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പോലും നമ്മൾ അറിയണം. അതുപോലെ നമുക്ക് കൃത്യമായിട്ട് പരിഗണിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വിക്രമാദിത്യ രാജാവിൻ്റെ കൊട്ടാരത്തിലെ സദസ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലം വച്ചൊക്കെ നമ്മൾ കാളിദാസന്റെ ജീവിത കാലഘട്ടം നിർണ്ണയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് അവിടെയും ലഭിക്കുന്നില്ല. ഋതുസംഹാരം, മേഘസന്ദേശം, കുമാരസംഭവം, രഘുവംശം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം മുതലായ കൃതികളൊക്കെ തന്നെ കാളിദാസന്റെ കൃതികളാണ്. 7 കൃതികളാണ് കാളിദാസന്റെ പേരിലുള്ളത്. അതിലെ ശ്രദ്ധേയമായ ഒരു നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ഞാൻ ഈ പറഞ്ഞു, കാളിദാസന്റെ ഇത്രയും വരെയുള്ള കഥകളൊക്കെ നിങ്ങൾ ലളിതമായിട്ട് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഈ പറയാൻ പോകുന്നത് മറ്റൊരു കഥയാണ്. കാളിദാസന്റെ അന്ത്യമാണ്, കാളിദാസന്റെ മരണമാണ്. കാളിദാസൻ സഞ്ചാരിയാണ്. വിക്രമാദിത്യ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും എന്നും ആ കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കില്ല. അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കും. ആ സഞ്ചരിക്കുന്നതിനിടയിൽ ഈ കാളിദാസന്റെ പേരും പ്രസിദ്ധിയും ലോകം മുഴുവൻ എത്തപ്പെടുകയാണ്. കാളിദാസന് ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൽ അതിഥിയായിട്ട് ലഭിക്കണമെന്ന് ഓരോ രാജാക്കന്മാരും ആഗ്രഹിക്കുന്ന ആ കാലം. അതുമാത്രമല്ല, കാളിദാസനെ തൻ്റെ കൊട്ടാരത്തിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും താമസിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ തനിക്ക് വലിയൊരു പേരുണ്ടാകും എന്ന് ആര്യാവർത്തത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതത്തിലെ ഓരോ രാജാക്കന്മാരും ചിന്തിക്കുന്ന കാലം. അങ്ങനെ ഇരിക്കെ ഈ കാളിദാസൻ സിലോണിലെത്തുന്നു. അവിടുത്തെ സിലോണിലെ രാജാവ് ഈ വിവരം, കാളിദാസൻ തൻ്റെ രാജ്യത്തിലേക്ക് വന്നു എന്ന വിവരം അറിയുന്നു.
ഈ സിലോണിലെ രാജാവിന് ഭയങ്കരമായ ആഗ്രഹം കാളിദാസനെ തന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കണം, കുറച്ചു ദിവസമെങ്കിലും പാർപ്പിക്കണം, തന്റെ കൊട്ടാരത്തിൽ കവികൾക്കൊപ്പം കാളിദാസനെ ഇരുത്തണം. അങ്ങനെ വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ കാളിദാസനെ തന്റെ കൊട്ടാരത്തിലും താൻ താമസിപ്പിച്ചു എന്നുള്ള പേര് തനിക്കുണ്ടാവണം. തന്നൊന്തരീക്ഷപണകൻ, അമരസിംഹൻ, വേതാളഭട്ടൻ, ഘടകൽപ്പകൻ, വരാഹമിഹിരൻ, ശംഖു, വരരുചി, കാളിദാസൻ, ഇത്രയും പേരാണ് വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിലെ നവരത്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നവരത്നങ്ങളിൽ ഒരാളായ കാളിദാസനെ കുറച്ചു ദിവസമെങ്കിലും തന്റെ കൊട്ടാരത്തിൽ താമസിപ്പിക്കണമെന്ന ഈ സിലോണിലെ രാജാവിന് വല്ലാത്തൊരാഗ്രഹം. പക്ഷേ കാളിദാസൻ എന്ന് പറയുന്ന കവിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇന്ന് ഒരു എഴുത്തുകാരനെയോ ഒരു ക്രിക്കറ്റ് താരത്തെയോ ഒരു ഫുട്ബോൾ താരത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒക്കെ നമുക്ക് തിരിച്ചറിയാം. കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പത്രങ്ങളിലൂടെയും ടി വിയിലൂടെയും ഒക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എഴുത്തുകാരൻ്റെ ആയാലും അതെ. പക്ഷെ അന്ന് ഇതുപോലെയുള്ള മാധ്യമങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കാളിദാസൻ എന്ന് പറയുന്ന കവിയുടെ പേരും പെരുമയും ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തപ്പെട്ടു എങ്കിലും കാളിദാസൻ എന്ന് പറയുന്ന കവി ആരാണ്, അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണ് എന്നറിയില്ല. അതുകൊണ്ട് തന്നെ കാളിദാസൻ ആ കൊട്ടാരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോയാലും കാളിദാസനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ കഴിവ് കണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ രാജാവ് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ഈ കൊട്ടാരത്തിൽ ഈ കഥയ്ക്ക് പല പാഠഭേദങ്ങളുമുണ്ട്. ഈ കൊട്ടാരത്തിൽ ഒരു ദേവദാസി ഉണ്ടായിരുന്നു. ആ ദേവദാസിക്ക് കൊട്ടാരത്തിലെ നാട്യറാണി, മഹാറാണിയുടെ തുല്യമായ പദവിയാണ്, അതാകണമെന്നാണ് ആഗ്രഹം. പലപ്പോഴും ഇവൻ രാജാവിനോട് പറയുന്നു, പക്ഷേ രാജാവ് അത് ചെവിക്കൊള്ളുന്നില്ല. ഇപ്പോൾ രാജാവ് ഈ പെണ്ണിനോട് പറഞ്ഞു, നിന്നെ നാം നാട്യറാണിയാക്കാം, നിന്റെ കൊട്ടാരത്തിൽ ധാരാളം ആളുകൾ വരുമല്ലോ, നാം ഒരു സമസ്യ തരികയാണ്, കവികളൊക്കെ വരും, പണ്ഡിതന്മാർ വരും, ഒക്കെ വരും. ഇത് നീ എങ്ങനെയായാലും ഇത് പൂരണം ചെയ്ത് നമ്മെ കാണിച്ചാൽ, നമുക്ക് തൃപ്തിപ്പെടുകയാണെങ്കിൽ നിന്നെ നാം കൊട്ടാരം റാണിയാക്കാം, നാട്യറാണിയാക്കാം എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു. മറ്റു ചില കഥകളിൽ കാളിദാസൻ എന്ന് പറയുന്ന കവി ഈ പെണ്ണിന്റെ കൊട്ടാരത്തിൽ താമസിക്കുകയായിരുന്നുവെന്നും അങ്ങനെ സമസ്യ പൂരിപ്പിക്കാൻ കൊടുത്തപ്പോൾ കാളിദാസൻ അത് പൂരിപ്പിച്ച് രാജാവിന് കൊടുത്തു എന്നും ഒക്കെ വേറെ കഥയുണ്ട്. ഏതായാലും വിശ്വസനീയമായ കഥ, കേട്ടുകേൾവിയിലൂടെ നമ്മളുടെ മനസ്സിലെത്തിയ കഥയിൽ ഒന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പെണ്ണ് അപ്പോൾ അവൾ ആഗ്രഹിച്ചിരുന്ന പദവി നേരെ ഈ സമസ്യയും വാങ്ങിക്കൊണ്ട് പോയി. തനിക്ക് തന്നെ താൻ തന്നെ ഇത്, ഞാൻ കവിത എഴുതാൻ താല്പര്യമുള്ളവളാണ്, ഞാൻ തന്നെ ഇത് മഹാരാജാവിനെ പൂരിപ്പിച്ചേൽപ്പിക്കാം എന്ന് മഹാരാജാവിനോട് വേറെ ആരുടെ കയ്യിലും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ രാജാവിന് തന്നോട് കൂടുതൽ ബഹുമാനം തോന്നുമല്ലോ എന്നൊരു ചിന്തയും കൂടി ആ പെണ്ണിനുണ്ട്. അങ്ങനെ അവൾ ആ സമസ്യയും വാങ്ങിക്കൊണ്ട് പോവുകയാണ്. ഈ സമസ്യ എന്ന് പറഞ്ഞാൽ ഒരു 4 വരി കവിത. ആ കവിതയുടെ അവസാനത്തെ 2 വരി കൊടുത്തിരിക്കും, ആദ്യത്തെ 2 വരി പൂരിപ്പിക്കണം. അതാണ് സമസ്യ. ഒരു സമസ്യയാണത്, ഒരു മത്സരമാണ്. അങ്ങനെയാണ്. അങ്ങനെ ഈ പെണ്ണിത് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഇന്നോ നാളെയോ ഒന്നും കൊണ്ടുവരണ്ട, 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഏറ്റവും ഉത്തമമായതായിരിക്കണം നമ്മുടെ മുമ്പിൽ എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ഇവൾ ഈ സമസ്യ വാങ്ങി വായിച്ചു നോക്കി. കുസുമേ കുസുമോൽപത്തി ശ്രുതതേ നച്ച ദൃശ്യതേ എന്നാണ്. പൂവിൽ പൂ ഉണ്ടാവുക, കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. ഇതാണ് പൂവിൽ പൂ ഉണ്ടാവുക, ഒരു പൂവ്, അതിൽ മറ്റൊരു പൂവ് കൂടി ഉണ്ടാവുക, അത് ഇതുവരെ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. കുസുമേ കുസുമോൽപത്തി ശ്രുതയേ നച്ച ദൃശ്യതേ, ഇതാണ് കൊടുത്ത ആ സമസ്യ. ഇവളിതും കൊണ്ടുപോയി വായിച്ചു നോക്കി. മാക്സിമം അവൾ അത് പൂരിപ്പിക്കാൻ ശ്രമിച്ചു, അവളെ കൊണ്ട് പറ്റുന്നില്ല. തൻ്റെ അടുത്തേക്ക് വരുന്ന കവികളെ കാണിച്ചു നോക്കി, കവികളൊക്കെ ഓരോ തരത്തിൽ ഇത് പറയുന്നു, അവൾക്ക് തൃപ്തി വരുന്നില്ല. 2-ാം ദിവസമായി അവിടെയും പണ്ഡിതന്മാരായ കവികളെ അയൽനാട്ടിൽ നിന്നൊക്കെ അവൾ ക്ഷണിച്ചു വരുത്തി നോക്കി, ഇത് കൊടുത്തു, അവർക്കും ഇത് തൃപ്തികരമായിട്ട് പൂരിപ്പിക്കാൻ കഴിയുന്നില്ല. 3-ാം ദിവസമായി, 3-ാം ദിവസവും അവൾ ആ നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തേക്കും തൻ്റെ ദൂതന്മാരെ അയച്ച്, കവികളുടെ അടുത്തേക്ക്, പണ്ഡിതന്മാരുടെ അടുത്തേക്ക് തൻ്റെ ദൂതന്മാരെയൊക്കെ അയച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു. അവർക്ക് ആർക്കും ഇത് തൃപ്തികരമായ രീതിയിൽ ഈ സമസ്യ നിവർത്തിക്കാൻ, ഇതിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. അവൾ അങ്ങനെ കയ്യിൽ വന്ന ഒരു ഭാഗ്യം, സൗഭാഗ്യം നഷ്ടപ്പെടുമെന്ന് ഓർത്ത് ദുഃഖിച്ചിരിക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ഇത് കാണിക്കണം. അന്ന് രാത്രി അവൾ പറഞ്ഞു, ഇവിടെ ഇന്ന് നൃത്തമില്ല, ഒന്നുമില്ല, ആർക്കും പ്രവേശനമില്ല, എന്നെ ആരും കാണാനേ വരണ്ട എന്ന ഭാവത്തിൽ കതകൂക്കടച്ച് കുറ്റിയിട്ട് തൻ്റെ പരിചാരകനെ ആരെങ്കിലും വന്നാൽ ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുമ്പോഴാണ് ആ രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് കടന്നു വരുന്നത്. അയാൾ പറഞ്ഞു, ഇവിടുത്തെ കൊട്ടാരം നർത്തകിയാണല്ലോ, എനിക്ക് അവരുടെ നൃത്തമൊന്ന് കാണണം. അപ്പോൾ പറഞ്ഞു, ഇന്നില്ല, നൃത്തമില്ല, നിങ്ങൾ മടങ്ങിപ്പോകൂ, ഇവിടുത്തെ എൻ്റെ യജമാനത്തിക്ക് ഇന്ന് സുഖമില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ട് നൃത്തമില്ല. അപ്പോൾ ഇയാൾ പറയുന്നു, ഞാൻ ദൂരദേശത്തു നിന്ന് വരുന്ന ഒരാളാണ്, ഇവിടെ നൃത്തം ചെയ്യുക, വരുന്നവരെ രസിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്യുക എന്നുള്ളതാണല്ലോ കൊട്ടാര നർത്തകിമാരുടെ കടമ. രാജാവിനെ മാത്രമല്ല, അവിടെ എത്തുന്ന അവൾക്ക് പണം കൊടുക്കുന്നവരെയും നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കണം. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞു വന്നത്, എനിക്ക് നാളെ എൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം, എനിക്ക് ഇന്ന് തന്നെ കാണണം. അപ്പോൾ ഈ പരിചാരകൻ പറയും, ഇല്ല, ഒരിക്കലും അത് സാധ്യമല്ല, 2-3 ദിവസമായി എൻ്റെ യജമാനത്തി ഒരു വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ്,
ഒരു സമസ്യ രാജാവ് കൊടുത്തു. അത് പൂരിപ്പിച്ച് കൊടുത്താൽ ഈ രാജ്യത്തെ നാട്യറാണിയാണ് എൻ്റെ യജമാനത്തി, മഹാറാണിക്ക് തുല്യമായ പദവിയാണ്. അത് സാധിക്കുന്നില്ല. ഈ നാട്ടിലും അയൽനാട്ടിലുമുള്ള ഒരുപാട് പേരെ സമീപിച്ചു നോക്കി, ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് നാളെ സൗഭാഗ്യം അസ്തമിക്കുന്ന, അല്ലെങ്കിൽ കയ്യിൽ കിട്ടും എന്ന് കരുതിയിരുന്ന ആ ഭാഗ്യം അവസാനിക്കുന്ന ഒരു ദുർദിനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ യജമാനത്തി ഇന്ന് നൃത്തം ചെയ്യില്ല, നിങ്ങൾക്ക് മടങ്ങാം. അങ്ങനെ നിരാശനായി നിൽക്കുമ്പോഴാണ് അകത്ത് ഈ സംഭാഷണമൊക്കെ ശ്രദ്ധിക്കുകയാണ് ഈ റാണി. അപ്പോൾ ഈ നർത്തകി, അപ്പോൾ കാളിദാസൻ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ കാളിദാസനാണ്. അത് ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ സഞ്ചാരിയായി വന്നിരിക്കുന്നത് കാളിദാസനാണ്. കാളിദാസൻ പറഞ്ഞു, ഞാനൊരു കവിയാണ്, ഞാനിതൊന്ന് ശ്രമിച്ചു നോക്കാം, എന്താണ് സമസ്യ? ഇപ്പൊ പറഞ്ഞു, ഈ നാട്ടിലുള്ള കവികളെ കൊണ്ട്, പണ്ഡിതന്മാരായ കവികളെ കൊണ്ട് പറ്റാത്തതാണ് ഒരു സഞ്ചാരിയായിട്ട് വരുന്ന നിങ്ങളെ കൊണ്ട് പറ്റുക, അതൊന്നും കാണിക്കാൻ പറ്റില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിന്ന നർത്തകി പുറത്തേക്ക് വരികയും, ഇല്ല അവസാന നിമിഷം ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കില്ല, നിങ്ങളൊരു സഞ്ചാരിയാണെന്നല്ലേ പറഞ്ഞത്, എങ്കിലും അവസാന പരിശ്രമം എന്നുള്ള നിലയിൽ ഇതാ ഇത് നോക്കൂ എന്ന് പറഞ്ഞ് ആ സമസ്യ, രാജാവ് താളിയോലയിൽ എഴുതിയ, നാരായം കൊണ്ട് എഴുതിയ ആ സമസ്യ കയ്യിൽ കൊടുത്തു. കുസുമേ കുസുമോൽപത്തി ശ്രുതത്തെ നച്ച ദൃശ്യതേ എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. ആ ഒരു കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്കിൻ്റെ, ഒരു നെയ്വിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ താഴെ അഴിഞ്ഞുലഞ്ഞ കേശഭാരവും എഴുതിയ കണ്ണുകളും പൊട്ടുമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നർത്തകി. കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. ആ വെളിച്ചം അവളുടെ മുഖത്ത് വീഴുന്നത് നല്ല ഒരു പ്രകാശമാണ്. അവളുടെ മുഖം കൂടുതൽ സുന്ദരമായിരിക്കുന്നു. ആ കണ്ണുകൾ ഇങ്ങനെ ദുഃഖത്താൽ ആണെങ്കിലും കണ്ണീര് നിറഞ്ഞത് തിളങ്ങുകയും ചെയ്യുന്നു. കാളിദാസൻ ഈ സമസ്യയിലേക്കൊന്ന് നോക്കിയിട്ട് ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. ബാലേ തവ മുഖാംബോജേ ദൃശ്യം ഇന്ദീവരദ്വയം കുസുമേ കുസുമോൽപത്തി ശ്രുതതേ നച ദൃശ്യതേ. രണ്ടുവരി അപ്പോഴേ പൂരിപ്പിച്ചു. ഈ വരികൾക്ക് പല പാഠഭേദങ്ങൾ പറയുന്നുണ്ട്. ബാലേ തവ മുഖാംബോജേ നേത്രമിന്ദീവരദ്വയം കുസുമേ കുസുമോൽപത്തി ശ്രൂയതേ നച ദൃശ്യതേ എന്ന് പറയുന്നുണ്ട്. പിന്നൊന്ന് കേൾക്കുന്നത് ബാലേ തവ മുഖാംബോജെ. ഈ ബാലയ്ക്ക് കന്യെന്നും പറയുന്നുണ്ട്. എന്തായാലും ബാലേ തവ മുഖാംബോജെ കഥമിന്ദീവരദ്വയം. അപ്പം നേത്രമിന്ദീവരദ്വയം. അടുത്ത പാഠഭേദം കഥം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുകയാണ്. എങ്ങനെ ഉണ്ടായത്, എങ്ങനെയാണിത് ഉണ്ടായത്, എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടായത്? നിന്റെ മുഖമാകുന്ന താമരയിൽ. അതിൻ്റെ അർത്ഥം ഇതാണ്, അല്ലയോ പെണ്ണെ, നിന്റെ മുഖമാകുന്ന താമര. അപ്പം മുഖത്തിനെ ഒരു താമരപ്പൂവിനോട് ഉപമിച്ചു. അപ്പോൾ ഒരു പൂവായി. അതിൽ ദൃശ്യം അല്ലെങ്കിൽ കഥം എങ്ങനെ ഉണ്ടായി? ഇന്ദീവരദ്വയം, രണ്ട് കരിങ്കൂവളപ്പൂക്കൾ. അപ്പം മുഖം ഒരു പൂവ്, ആ മുഖത്ത് രണ്ട് പൂക്കൾ. പൂവിൽ പൂ ഉണ്ടാവുക, അതാണല്ലോ സമസ്യ. ഇവിടെ രണ്ട് പൂവ് സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നിന്റെ മുഖമാകുന്ന മുഖാംബോജേ ദൃശ്യം അല്ലെങ്കിൽ നേത്രം അല്ലെങ്കിൽ കഥം ഇന്ദീവരദ്വയം. നിന്റെ മുഖമാകുന്ന താമരയിൽ എങ്ങനെ ഉണ്ടായി ഈ രണ്ട് കരിങ്കൂവള പൂവുകൾ? അതാണ് കഥമിന്ദീവരദ്വയം. അല്ലെങ്കിൽ നിന്റെ മുഖമാകുന്ന താമരയിൽ നേത്രമിന്ദീവരദ്വയം, കരിങ്കൂവളപ്പൂക്കളാകുന്ന രണ്ട് നേത്രങ്ങളെ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ കന്യേ തവ മുഖാംബോജെ ബാലേ തവ മുഖാംബോജെ, നിന്റെ മുഖമാകുന്ന താമരയിൽ രണ്ട് കരിങ്കൂവളപ്പൂകളാകുന്ന മിഴികളെ ഞാൻ കാണുന്നു. ഇതെങ്ങനെ ഉണ്ടായി? കുസുമേ കുസുമോൽപത്തി, പൂവിൽ പൂവുണ്ടാവുക. കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ശ്രൂയതേ ന ച ദൃശ്യതേ, ശ്രവിക്കുക, കേട്ടിട്ടുമില്ല, ദൃശ്യം കണ്ടിട്ടുമില്ല. പെണ്ണിന് വല്ലാത്ത സന്തോഷം. ഇതിനപ്പുറം ഇതെങ്ങനെ പൂരിപ്പിക്കും? എങ്ങനെ ഇത് പറയും? എത്ര മനോഹരമായിട്ട് അത് സമസ്യയ്ക്കൊരു നിവൃത്തി കൈവരുത്തിയിരിക്കുന്നു. കാളിദാസനെ ഗാഠം പുണർന്നു. കാളിദാസനെ കഴിയുന്ന വിധത്തിലൊക്കെ സന്തോഷിപ്പിച്ച് കാളിദാസൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവൾക്കൊരു തോന്നൽ, ഇത് ഞാൻ പൂരിപ്പിച്ചു എന്ന് രാജാവിനെ അറിയിച്ചാൽ രാജാവിന് തന്നോടുള്ള ബഹുമാനം വർദ്ധിക്കും. നാട്യറാണിയാകുമ്പോൾ ചിലപ്പോൾ വലിയ സമ്മാനങ്ങളൊക്കെ തരും. പക്ഷേ ഇവിടെ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യൻ കാളിദാസനാണ്. അയാൾ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. ആ പെണ്ണുമായിട്ടൊക്കെ സല്ലപിച്ച് കിടക്കുകയാണ്. ഇയാൾ രാജാവിനെ കാണാൻ പാടില്ല. പക്ഷെ ഇത്രയും പണ്ഡിതനായ ഒരാൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുഖം കാണിക്കും. അത് പാടില്ല. ഇയാൾ രാജാവിനെ കാണരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് തൻ്റെ കഠാര ഊരി കാളിദാസൻ്റെ മാറിലേക്ക് ആഴ്ത്തി ഉറങ്ങിക്കിടന്ന കാളിദാസനെ കുത്തി കുത്തി കൊല്ലുകയാണ്. വിഷം കൊടുത്തു കൊന്നു എന്നൊരു കഥയുമുണ്ട്. പല പാഠഭേദങ്ങളുണ്ട് ഈ കഥയ്ക്ക്. ഏതായാലും കാളിദാസനെ ആ പെണ്ണ് വധിച്ചു. അവിടെ ഈ കുത്തിക്കൊന്നു എന്ന് പറയാൻ കാരണം, ഒരു പെൺകുട്ടി തന്നെ പറ്റിച്ചത് കൊണ്ട് കഠാര കാളിദാസന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് മണ്ടനായ ആ കാളിദാസനോട്, അന്നത്തെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ രക്ഷപ്പെട്ടോ, നിന്നെ കൊല്ലാൻ വിധി നിനക്കിതിനൊരു വഴി തരും, അല്ലെങ്കിൽ ഇത് ആ വിധി പൂർത്തീകരിച്ചു കൊള്ളും എന്ന് പറഞ്ഞു വിട്ടല്ലോ. അതിവിടെ പൂർത്തിയായി. മറ്റൊരു പെണ്ണ് കഠാര കൊണ്ട് കാളിദാസന്റെ മാറിൽ കുത്തി കാളിദാസനെ നിഗ്രഹിക്കുകയാണ്.
പിറ്റേന്ന് ഈ സമസ്യയും കൊണ്ട് പെണ്ണ് കൊട്ടാരത്തിലെത്തി. രാജാവിടുന്ന് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇത് കാളിദാസൻ അല്ലാതെ മറ്റാരും എഴുതില്ലെന്ന്. എവിടെയാ മഹാകവി എന്ന് ചോദിച്ചപ്പോഴാണ് ഈ പെണ്ണ് മനസ്സിലാക്കുന്നത് താൻ ഇന്നലെ ക്രൂരമായി നിഗ്രഹിച്ച, അതിദാരുണമായി കൊന്ന അയാൾ വിശ്വമഹാകവി, ലോകം ആരാധിക്കുന്ന കവിയായ കാളിദാസനായിരുന്നു എന്ന്. ഇതാണ് കാളിദാസന്റെ അന്ത്യം. കാളിദാസന്റെ അവസാന ശ്ലോകം അഥവാ മുക്തകം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു അതിന് പാഠഭേദങ്ങളുണ്ട്, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എനിക്കറിയില്ല. കന്യേ തവ മുഖാംബോജേ ദൃശ്യമിന്ദീവരദ്വയം കുസുമേ കുസുമോൽപത്തി ശ്രുതതേ നജ ദൃശ്യതേ, അല്ലെങ്കിൽ ബാലേ തവ മുഖാംബോജേ നേത്രമിന്ദീവരദ്വയം കുസുമേ കുസുമോൽപത്തി ശ്രുതതേ നജ ദൃശ്യതേ. എങ്ങനെ പഠിച്ചാലും ഇതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. അല്ലയോ പെണ്ണെ, നിന്റെ മുഖമാകുന്ന താമരയിൽ രണ്ട് കരിങ്കൂവളപ്പൂക്കളെ ഞാൻ കാണുന്നു. മുഖം താമര, കരിങ്കൂവളപ്പൂക്കൾ നേത്രം, മിഴികളാണ്. പൂവിൽ പൂ ഉണ്ടാവുക കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അപ്പോൾ കാളിദാസന്റെ അന്ത്യം എന്താണ്, എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവർ ഒന്നുകൂടി ഇത് കേട്ടപ്പോൾ കൂടുതൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ചില പ്രയാസമേറിയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ തന്നെ മറ്റൊരു അധ്യായത്തിലൂടെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ കാളിദാസൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു വല്ലാത്ത നാമധേയമാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നൊക്കെ വിളിക്കുന്നു. പക്ഷേ ഷേക്സ്പിയറേക്കാൾ എത്രയോ മടങ്ങാണ് കാളിദാസന്റെ പ്രതിഭ എന്നോർത്ത് നമ്മൾ അത്ഭുതപ്പെടും. അദ്ദേഹത്തിൻ്റെ വർണ്ണനയായാലും ആ രചനകളുടെ സവിശേഷതയായാലും അലങ്കാര പ്രയോഗങ്ങളുടെ ഒക്കെ ആയാലും ആ ശ്ലോകങ്ങളുടെ ഓരോ ആന്തരിക അർത്ഥമായാലും ഒക്കെ നമ്മൾ അറിയുമ്പോൾ ഈ കാളിദാസൻ ഒരു വിസ്മയമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നിറയുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ പഠിക്കുന്ന ആ പാഠഭാഗത്തിൽ തന്നെയുള്ള ശ്ലോകങ്ങളൊക്കെ ആ വരികളൊക്കെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങളോട് പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.